നീ പോയാൽ നിന്നേക്കാൾ നല്ല 100 വേറെ കിട്ടും. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നതിനിടയിൽ സ്ഥിരം ഡയലോഗാണിത്. ശരിയാണ്, ഇപ്പോഴത്തേതിനേക്കാൾ നല്ല ഒരു ഭാര്യയോ ഭർത്താവിനോ അവർക്ക് കിട്ടിയിരിക്കാം. പക്ഷെ നമ്മുടെ മക്കൾക്കോ? അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവരുടെ കണ്ണിൽ തെളിയുന്ന ഇൻസെക്യൂരിറ്റിയെക്കുറിച്ച് അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിച്ചു തരുന്ന മറ്റൊരാളെ അമ്മ, അച്ഛ എന്ന് വിളിക്കേണ്ടി വരുന്നവരുടെ ഗതികേട് കണ്ടിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് അനുഭവിക്കുന്ന ഈ ഇൻസെക്യൂരിറ്റീസ് പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് ഒരിക്കലെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പിന്നീട് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരാളെ വിശ്വസിക്കുവാനോ സ്നേഹിക്കുവാനോ കഴിയാതെ പോകുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ അനുവാദം ചോദിച്ചിട്ടേ അല്ല. നമ്മുടെ ജീവിതത്തിന് കുറച്ചുകൂടി സന്തോഷം വേണമെന്ന് തോന്നുമ്പോൾ നമ്മളാണ് നമ്മുടെ കുട്ടികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ കുട്ടികളുടെ ജീവിതമാണ് നമ്മുടെ സുഖസൗകര്യത്തിനായി നമ്മൾ മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കടത്തി കൊണ്ടുവരുമ്പോൾ ചിലപ്പോഴെങ്കിലും തകർത്ത് കളയുന്നത്. നമുക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല ഭാര്യയോ ഭർത്താവിനെയോ കിട്ടിയിരിക്കും. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കാൾ നല്ല അച്ഛനെയോ അമ്മയെയോ കൊണ്ടുകൊടുക്കാൻ നമുക്കൊരിക്കലും ആയില്ല.